ശ്രീ ബഹുമാനപ്പെട്ട ടി പി സാറ്, ശ്രീയുടെ സാറ്, അനിൽ കരിങ്കുളം, വേദിയിലും സദസ്സിലുള്ള മറ്റ് ബഹുമാന്യർ. ചലച്ചിത്ര ഗാനം എന്ന് പറയുമ്പോൾ ഒരു മഹാസമുദ്രമാണ്. ഒരു 10-75 വർഷത്തോളം കിടക്കുന്ന ഒരു സമുദ്രം പോലെ കിടക്കുക. അതിൽ നിന്ന് ഒരു കൈക്കുപ്പിൽ വെള്ളം എടുത്ത് നോക്കുന്ന പോലെയാണ് നമ്മുടെയൊക്കെ സമീപനം. ആ സമുദ്രത്തിൽ ഇറങ്ങി മുങ്ങി തപ്പി അതിൽ നിന്ന് മുത്തും പവിടും ഒക്കെ വാരിയെടുത്ത് നമുക്ക് കൊണ്ടു തന്ന ആളാണ് ഈ ഇരിക്കുന്ന ടി പി ശാസ്ത്രജ്ഞൻ സാർ. ഒരു ഗാനത്തെ എങ്ങനെ വിശകലനം ചെയ്യണം, സമീപിക്കണമെന്നൊക്കെ ആദ്യമായിട്ട് സത്യത്തിൽ അങ്ങനെ ഒരു ശാഖ തന്നെ ഉണ്ടാക്കിയത് സാറാണ്. മുമ്പൊക്കെ നമ്മൾ ദിനപത്രങ്ങളിലൊക്കെ വാരാന്ത്യ പതിപ്പിലൊക്കെ വരുമായിരുന്നു സിനിമ നിരൂപണമേ ഉള്ളൂ. അതിൽ ഒരു സിനിമയെപ്പറ്റി ജനറലായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ 2 വരികളാണ് മാറ്റിവെക്കുന്നത്. ഇതിൽ പി ഭാസ്കരനും ബാബുരാജും ചേർന്നാണ് ഗാനവിധാനം കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിൽ യേശുദാസിൻ്റെ ഇന്ന പാട്ട് മികച്ചു നിന്നു, ഇത്തരത്തിലങ്ങ് അവസാനിക്കും. പക്ഷേ അങ്ങനെ കളയാനുള്ളതല്ല ഗാനങ്ങൾ. അതിനെ പ്രത്യേകം എടുത്ത് ഒരു വിശകലനം വേണം എന്ന് വാദിച്ചുകൊണ്ടും അങ്ങനെ ചെയ്തുകൊണ്ടും കവിയും അതിനു മുമ്പ് അദ്ദേഹം മനഃശാസ്ത്ര ലേഖനങ്ങൾ എഴുതിയിരുന്നു എന്നൊക്കെ ഞാൻ പിന്നെ വായനയിൽ നിന്നാണ് മനസ്സിലാക്കിയത്. അങ്ങനെ അദ്ദേഹം ഗാന നിരൂപകനായി മാറി. അപ്പോൾ ഇത് ഒത്തിരി വിശാലമായിട്ട് പറയാൻ ഒരുപാട് സാറ് തന്നെ പറഞ്ഞല്ലോ. സാറിൻ്റെ തന്നെ സംസാരം കേട്ടാൽ മണിക്കൂറുകൾ കേട്ടാലും നമുക്ക് മതിയാവില്ല. അത്ര ആധികാരികമായിട്ട് പറയാൻ കഴിവുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും കഴിവുള്ള ഒരു ആധികാരികതയുള്ള വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും 1-2 പാട്ടുകൾ, ഞാനൊരു 10-12 പാട്ടുകളെ ഉദ്ദേശിച്ച് പറയണമെന്ന് വിചാരിച്ചു. പക്ഷെ അതൊന്നും പറയാൻ പറ്റില്ല, ഒരുപാട് സമയമുണ്ട്. അന്നൊക്കെ സിനിമകളിലെ പാട്ടുകളുടെ എണ്ണം കൂടുതലായിരുന്നു. സിനിമ കാണാൻ പോകുന്നവർ ചോദിക്കുമ്പോൾ തന്നെ അതിനകത്ത് എത്ര പാട്ടുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഒരു 7 മുതൽ 10 വരെയൊക്കെയുള്ള സാധാരണ സിനിമകളും അല്ലാതെ വടക്കം പാട്ട് പോലുള്ള സിനിമകളിലാണെങ്കിൽ ഒരു 15-നും 20-നും ഇടയ്ക്കൊക്കെ പാട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് ധാരാളം. എന്നാൽ ഇന്നത്തെ സിനിമയിൽ ഗാനങ്ങൾ വേണം എന്നൊരു നിർബന്ധമേ ഇല്ല. അത് സിനിമ ആവശ്യപ്പെടുന്നുവെങ്കിൽ മാത്രമേ ഗാനങ്ങൾ ഉൾപ്പെടുത്താറുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, അതിൻ്റെ ഒരു ശോചനീയാവസ്ഥയെപ്പറ്റി സാറ് തന്നെ ഇവിടെ സൂചിപ്പിച്ചല്ലോ. അദ്ദേഹം ഇപ്പോൾ ഒരുപാട് മുതിർന്നു, ഒരുപാട് മുകളിലെത്തിയതുകൊണ്ടാകാം അദ്ദേഹം വളരെ ശാന്തനാണ്. ഇങ്ങനെയൊന്നുമല്ല. പണ്ട് നമ്മുടെ ചിത്രഭൂമിയിലൊക്കെ ഞാൻ ആദ്യം അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ എനിക്ക് ആളിനെ അറിഞ്ഞുകൂടായിരുന്നു. ഗാനദർപ്പണം എന്നൊക്കെ പറഞ്ഞ് എഴുതും. അപ്പോഴാണ് ടി പി ശാസ്ത്രമംഗലം. ഞാൻ വിചാരിച്ചതാരപ്പോൾ പുതിയതായിട്ട് എഴുതുന്നവരൊക്കെ മിക്കവാറും പേടിച്ച് പരിപാടി നിർത്തിക്കളയും. ആ രീതിയിൽ നല്ല നിശ്ചിതമായ ഒരു ദർശനം തന്നെയാണ് സാർ അന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നെ സാറ് പിന്നെ കുറേ കാലം കഴിയുമ്പോൾ സാറ് തന്നെ വിചാരിച്ചു കുറച്ചൊക്കെ ആളുകൾ എഴുതിക്കോട്ട്, തീരെ ഉപദ്രവിക്കരുത് എന്ന് വിചാരിച്ച് സാറ് തന്നെ ഒരു മൃദു സമീപനം സ്വന്തമായിട്ട് സ്വീകരിച്ചതാണ്. ഞാനീ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞില്ലേ, ഒരുപാട് നമ്മൾ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അത് മാത്രമല്ല, ഇദ്ദേഹം എന്ന് പറയുന്നത് സാഹിത്യ പാരമ്പര്യം, മലയാള നാട്ടിൽ സാഹിത്യ പാരമ്പര്യം എഴുതിക്കൊണ്ടിരുന്ന എം കൃഷ്ണനായർ സാറിൻ്റെ ശേഷക്കാരനാണ്. അപ്പോൾ എം കൃഷ്ണനായർ സാറിനെ പറ്റി നിങ്ങൾ എഴുത്തുകാരാണ്, എല്ലാവരും അറിയാമല്ലോ. അദ്ദേഹത്തിനെ പേടിച്ച് പലരും എഴുതാതിരുന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാരമ്പര്യം അദ്ദേഹത്തിനുണ്ടായിരിക്കും. എന്തായാലും നമ്മുടെ പി ഭാസ്കരൻ മാഷിൻ്റെയൊക്കെ ചില പഴയ പാട്ടുകളെ പറ്റിയാണ്. ഈ മുറപ്പെണ്ണെന്ന് പറയുന്നത് എം ടി വാസുദേവൻ നായർ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കഥയാണ്. സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചെറുകഥാ സമാഹാരത്തിലെ ഒരു കഥയാണ് സ്നേഹത്തിൻ്റെ മുഖങ്ങൾ. അതിനെ സിനിമയ്ക്ക് വേണ്ടി തിരക്കഥയാക്കിയപ്പോൾ അനിയനെ ചേട്ടനായും ചേട്ടനെ അനിയനുമായിട്ട് ഒരു മാറ്റം വരുത്തി, കഥയിലും കുറേ സിനിമയ്ക്ക് വേണ്ടിയുള്ള മാറ്റങ്ങൾ വരുത്തി അദ്ദേഹം അതിനെ തിരക്കഥയാക്കുകയാണ് ഉണ്ടായത്. അതിൽ ഈ കാമുകി നഷ്ടപ്പെട്ട ബാലനും ഭാഗ്യയും എന്നാണ് പ്രേംനസീറും ശാരദയും അഭിനയിക്കുന്ന 2 കഥാപാത്രങ്ങളാണ്. അതിൽ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. അവസാനം ഒരാളിനെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അമ്മാവൻ ഒരാളിനെ എടുത്ത് പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ മുറപ്പെണ്ണെ ഇവർ തമ്മിൽ സ്നേഹമാണെങ്കിൽ അനിയനെ കെട്ടിക്കുകയാണ്. അമ്മാവനും അതാണ് താല്പര്യം, പഠിച്ച ആൾ കെട്ടിയാൽ മതി. അങ്ങനെ നാട്ടുപുറത്ത് പറയും കൃഷിക്കാരനായിട്ട് ബാലനെ അവശേഷിക്കുകയാണ്. അപ്പോൾ കല്യാണം നടന്ന് കാമുകി അങ്ങനെ പോകുമ്പോൾ പുഴയോട് അദ്ദേഹം പുഴയുടെ തീരത്തൂടെ പാടിപ്പോകുന്ന പാട്ടാണത്. കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു, കണ്ണീരുമൊലിപ്പിച്ചു കൈവരികൾ പിരിയുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു, കരയുന്നു പുഴ ചിരിക്കുന്നു. അപ്പം അതിനകത്ത് കഥനത്താൽ തെരുങ്ങുന്ന ഹൃദയവുമായി കലകളിൽ തരതല്ലും ഓളങ്ങളെ, തീരത്തിനറിയില്ല മാനത്തിനറിയില്ല തീരാത്ത നിങ്ങളുടെ വേദനകൾ. അപ്പോൾ ഓളങ്ങളിങ്ങനെ ഒന്ന് കരയിൽ വന്ന് അടിക്കുന്നുണ്ട്.
മാനത്തിനും തീരത്തിനും ആ വേദന മനസ്സിലാകുന്നില്ല. ഇദ്ദേഹം ഈ കരൾ പൊട്ടി കരഞ്ഞിരിക്കുന്ന ഒരു അവസരത്തിലാണ് ഇത് എഴുതുന്നത്. അപ്പം പിന്നെ മുറുകുന്നു ബന്ധം അഴിയുന്നു എന്നൊരു വാക്കുണ്ട്. ഈ സ്വന്തം അനിയൻ കല്യാണം കഴിച്ചപ്പോൾ ബന്ധം മുറുകുകയും ചെയ്തു, എന്നാൽ കാമുകി എന്നുള്ള നിലയിൽ അവരെ നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ മുറുകുന്നു ബന്ധം അഴിയുന്നു എന്ന ചോദ്യത്തിൻ്റെയൊക്കെ പിന്നിൽ ആ കഥയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാലേ അത് മനസ്സിലാക്കാം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഭാസ്കരൻ മാഷിൻ്റെ തന്നെ മറ്റൊരു അത് മാമലകൾക്കപ്പുറത്ത്, അതിവിടെ നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ കൺവീനർ ഉൾപ്പെടെ പിന്നെ പ്രസിഡന്റ് ഉൾപ്പെടെ അറബിക്കാരായിരുന്നവരാണെന്ന് പറഞ്ഞു. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടൊടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട് എന്ന് പറഞ്ഞ് ഒരു പട്ടാള ക്യാമ്പിലിരുന്ന് കേരളത്തിനെ ഓർമ്മിച്ച് പാടുന്ന ഒരു പാട്ടാണിത്. കായലും പുഴകളും കതിരണി വയലിന് കസവിട്ടു ചിരിക്കും ദേശത്ത്, തൈത്തങ്ങിൻ തണലത്ത് താമരക്കടവത്ത് കിളിക്കൂട് പോലൊരു വീടുണ്ട്. അങ്ങ് വളരെ ദൂരെ ഈ തെങ്ങിൻ തോപ്പിനിടയിൽ ഒരു കൊച്ചു കിളിക്കൂട് പോലത്തെ വീടും അവിടെ കൈതപ്പൂവിൻ്റെ നിറമുള്ള കവളത്ത് മറകുള്ള കാത്തിരിക്കാൻ ഒരു പിന്നെ പെൺകിടാവും ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് നാട്ടിലേക്ക് പറന്നു ചെല്ലണമെന്നുണ്ട്. പക്ഷേ അതിൻ്റെ അവസാനത്തെ വരികൾ ഭാസ്കരൻ മാഷിൻ്റെ ആ കഴിവ് മധുരക്കിനാവിൻ്റെ മായ വിമാനത്തിന് മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിവില്ലല്ലോ എന്നാണ് പറയുന്നത്. മനസ്സുകൊണ്ട് പലപ്പോഴും കുടുംബാംഗങ്ങളുടെ അടുത്തേക്കും വീട്ടിൻ്റെ അടുത്തേക്കും ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ മധുരക്കിനാവിൻ്റെ മായാവിമാനത്തിന് മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. ഒരു ജവാന്റെ നിസ്സഹായത എത്ര കൃത്യമായി അദ്ദേഹത്തിന് അടയാളപ്പെടുത്താൻ പറ്റി. പിന്നെ മലയാളത്തിലെ ആദ്യം ചുരുക്കി പറയുന്നേ ഉള്ളൂ, ചുരുക്കിപ്പെടുത്തുക. മലയാളത്തിലെ ആദ്യത്തെ ഗസൽ എന്നറിയപ്പെടുന്നത് ഭാസ്കരൻ മാഷ് തന്നെ ഭാർഗവി നിലയത്തിന് വേണ്ടി രചിച്ച താമസമെന്തേ വരുവാൻ എന്നുള്ളതാണ്. മനോഹരമായൊരു പാട്ടാണ്, ബാബുരാജിൻ്റെ സംഗീതം. താമസമൻ അത് പിന്നെ കാമുകൻ ശരിക്കും കാമുകിയെ കാണുന്നില്ല, കാമുകിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ലക്ഷണങ്ങൾ കാണുകയാണ്. ഹേമന്ത യാമിനിതൻ മൺവിളക്ക് പൊലിയാറായി, മാഗന്ധ ശാഖകളിൽ രാക്കിളികൾ മയങ്ങാറായി. അപ്പോൾ രാത്രി മുഴുവൻ കാത്തിരുന്ന് വെളുപ്പാങ്കാലമായി, അപ്പോഴും നായികയുടെ ആഗമനം ഉണ്ടായില്ല. മറിച്ച് തളിർമരം ഇളകി നിന്റെ തങ്കവള കിലുങ്ങിയല്ലോ, പൂഞ്ചോല പടവിൽ നിന്റെ പാദസരം കുലുങ്ങിയല്ലോ, പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാൽ ഇളകിയല്ലോ. അപ്പോൾ ഇതിന് വരുമെന്നുള്ള ഈ ലക്ഷണങ്ങൾ പ്രകൃതിയിൽ കാണുന്ന അതിലെല്ലാം അദ്ദേഹം കാമുകൻ കാമുകിയുടെ സാന്നിധ്യം അനുഭവിക്കുന്നു. പക്ഷേ കാമുകി നേരിട്ട് കാണാതെ തന്നെ. പിന്നെ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ചില പാട്ടുകൾ ഒഴിവാക്കി. അദ്ദേഹം പറഞ്ഞു, ശാസ്ത്രമൽ സാർ പറഞ്ഞു, കാര്യം സ്ഥിരം പലയിടത്തും പറഞ്ഞ് അത് ബോറടി ആക്കണ്ട എന്ന് വെച്ചതുകൊണ്ടാണ് അദ്ദേഹം വെറൈറ്റി ആയിട്ട് ചില പാട്ടുകൾ മാറ്റി പറഞ്ഞത്. അപ്പോൾ അതിലുള്ള 1-2 പാട്ടുകൾ ഞാൻ പറഞ്ഞിരുന്നു, അത് പറയുന്നില്ല. അദ്ദേഹം തന്നെ സുപ്രഭാതത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇനി തമ്പി സാറിൻ്റെ ഒരു പാട്ടോട് ശ്യാമമേഘമേ എന്ന് പറയുന്ന പിന്നെ ONV സാറിൻ്റെ ഒരു പാട്ടുണ്ട്. ശ്യാമമേഘമേ നീയൻ പ്രേമദൂതുമായി ദൂരെ പോയി വരൂ, എൻ്റെ ദേവി കേഴും ദൂര മന്ദിരത്തിൽ പോയി വരും. അതും ഇതുപോലെ പ്രണയവിരഹത്തിൻ്റെ ഗാനമാണ്. കാമരൂപ കാണും നീയൻ കാതരയാം കാമിനിയെ, കണ്ണുനീരിൻ പുഞ്ചിരിയായി കാറ്റുലയ്ക്കും ദീപമായി, വിശ്ലതമാം രാത്രികളിൽ തന്ത്രികളിൽ വിസ്തൃതമാം ഗാനമായി. പിന്നെ അടുത്തത് വളരെ സിമ്പിൾ. ചില്ലുവാതിൽ പാളി നീക്കി മെല്ലെ എൻ പേർ ചൊല്ലുമോ നീ, നീർമിഴിതൻ പൂവിലൂറും നീർമണി കൈ കൊള്ളുമോ നീ, ഓമലാതൻ കാതിലെൻ്റെ വേദനകൾ ചൊല്ലുമോ, എൻ്റെ ദേവി കേഴും ദൂര മന്ദിരത്തിൽ പോയി വരൂ ശ്യാമമേഘമേ. സോറി, ഇതൊന്നും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ പറയാൻ പറ്റത്തില്ല, ക്ഷമിക്കുക. പിന്നെ ഹൃദയം ദേവാലയം ഇറങ്ങാത്തൊരു സിനിമയാണ്. 1973 പറ്റാണ്. തെരുവ് ഗീതം എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിക്കാനായിട്ട് പ്ലാൻ ഇട്ടു. അതിനുവേണ്ടി പാട്ടുകൾ എഴുതി ജയവിജയ സംഗീതം കൊടുത്ത് ബിച്ചു തിരുമല എഴുതിയതാണ്. പക്ഷേ ആ സിനിമ ഇറങ്ങിയില്ല. എങ്കിലും ആ പാട്ട് വളരെ പോപ്പുലറായി ഇന്നുമുണ്ട്, ഹൃദയം ദേവാലയം.
അമ്പലത്തിൻ്റെ ഈ ഇത് നല്ല വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ഉൾപ്പെടുത്തി മനുഷ്യ മനസ്സിനെ ഓപിക്കുന്ന ഒരു പാട്ടാണ്. അതിൽ കൂടുതൽ പറയാൻ നിർത്തിയില്ല, എല്ലാം പറയാനുണ്ട്. ഹൃദയം ഹൃദയം ദേവാലയം പോയ വസന്തം നിറമാല ചാർത്തും ആരണ്യ ദേവാലയം മാനവ ഹൃദയം ദേവാലയം. അപ്പം അതും പോട്ട്. അടുത്തത് ഈ ശ്രീമാനന്ദ നമ്പിയുടെ ഞാൻ പറഞ്ഞത് പിന്നെ സുഖമൊരു ബിന്ദു എന്നുള്ള പാട്ടാണ്. ഇത് മനുഷ്യനോ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതി എം കെ അർജുനൻ്റെ സംഗീതം വരുന്നതാണ്. സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടും ജീവിതം അതു ജീവിതം. കണ്ണീരിൽ തുടങ്ങും, ചിരിയായി വളരും, കണ്ണീരിലേക്ക് മടങ്ങും. ജീവിതത്തിൻ്റെ ഭാഗമാണ്. ജനിച്ച് കരഞ്ഞുകൊണ്ടാണല്ലോ ജനിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ജീവിതത്തിൻ്റെ നല്ല ഭാഗമെല്ലാം കഴിഞ്ഞ് തിരിച്ച് കണ്ണീരോടുകൂടിയാണ് മടക്കം. നാഴികമണിയുടെ സ്പന്ദന ഗാനം, ഈ വിശ്വചൈതന്യ ഗാനം. കാലം വളക്കും സൂചി മരിക്കും, കാലം പിന്നെയും ഒഴുകും. ഇതൊക്കെ സംഭവിക്കുമ്പോഴും കാലത്തിന് വ്യത്യാസമൊന്നുമില്ല, കാലം ഒഴുകിക്കൊണ്ടേയിരിക്കും. ആത്മാവിൽ ഭാവന വസന്തം വിടർത്തും, ആയിരം വർണ്ണങ്ങൾ പടർത്തും. ആശയോരാതിര നക്ഷത്രമാകും, അത് ധൂമകേതുവായി മാറും. പുലരി ചിരിക്കും, സന്ധ്യ തുടിക്കും, ഭൂമി പിന്നെയും തിരിയും. ഇതൊക്കെ സംഭവിക്കുമ്പോഴും ഭൂമി തിരിഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കൊരു ആശയം ഉണ്ടാകുന്നു, മനസ്സിലത് പ്രതീക്ഷ വളർന്നു വലുതാകുന്നു. പക്ഷേ അതൊരു ധൂമകേതുവായി അവസാനിക്കുന്നു. ജീവിതത്തിൽ പറ്റുമുള്ള കാര്യമാണ്. പിന്നെ അവസാനമായിട്ട് കണ്ണീർ മഴയത്ത് നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ യൂസഫ് അലി കേച്ചേരിയുടെയാണ്. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ. നമ്മൾ ഈ ജോക്കർമാരുടെ ജീവിതം, അവർ ശരിക്കും ജീവിതം മുഴുവൻ ദുഃഖം അനുഭവിക്കുന്നവരാണെങ്കിലും ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി കണ്ണീരിൻ്റെ മഴയത്ത് ഒരു ചിരിയുടെ കുട ചൂടി നമ്മുടെ മുമ്പിൽ വന്ന് വെറുതെ അഭിനയിക്കുകയാണ്. മേരാനാം ജോക്കർ എന്ന് പറഞ്ഞ് പണ്ട് ഹിന്ദിയിലെ ഒരു പഴയ രാജ് കപൂറിൻ്റെ സിനിമയുണ്ട്. അത് വളരെ പഴയതാണ്, ഞാൻ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ആശയമുള്ളൊരു സിനിമയാണ് മലയാളത്തിൽ ജോക്കർ. അതിൽ അദ്ദേഹം എഴുതിയതും പിന്നെ മോഹൻ സിതാര സംഗീത സംവിധാനം ചെയ്തതുമായതാണ്. അപ്പോൾ അങ്ങനെ ഈ പെട്ടെന്ന് പറഞ്ഞതിൻ്റെ സുഖമെല്ലാം കളഞ്ഞു, ക്ഷമിക്കുക, സമയക്കുറവുകൊണ്ടാണ്. പിന്നെ എനിക്ക് കടപ്പാടുകൾ ഉള്ളത് അല്ല അത് സമയമില്ല. പിന്നെ ഈ ചർച്ചയിൽ ചലച്ചിത്ര ഗാനങ്ങളെ പറ്റി എന്തെങ്കിലും പറയാം. ഞാനൊക്കെ അത് നേരത്തെ സാറ് അതിൽ മുങ്ങിത്തപ്പിയ ആളാണെന്ന് പറഞ്ഞു. നമ്മളതിൻ്റെ കരയിൽ ചെന്ന് വെറുതെ കാല് നനച്ചിട്ടേ ഉള്ളൂ, അത്രേ ഇവരെ നമുക്കുള്ളൂ. എങ്കിലും പിന്നെ എന്നെ ഈ ചലച്ചിത്ര ഗാനങ്ങളിൽ ഒരു താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇതിലേക്ക് എന്നെ വിളിച്ച എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സ്നേഹിതനും സഹോദരനും ഒക്കെ ആയ ശ്രീ അനിൽ കരിങ്കുളം, എല്ലാ വേദികളും എല്ലായിടത്തും എനിക്ക് താങ്ങും നിഴലുമായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട ശ്രീധൻ ചേട്ടൻ, ഇത് പറയാൻ എന്നെ പ്രാപ്തനാക്കിയത് എൻ്റെ പ്രിയപ്പെട്ട ടി.പി. സാറാണ്. ഞാൻ ഈ ദ്രോണാചാര്യരെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ സങ്കല്പിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനും നിങ്ങൾ ഇതിനല്ല. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത്, ഈ പലപ്പോഴും ഞങ്ങൾ സംഗീത വിഭാഗം കൈകാര്യം ചെയ്തിരുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾ ഫോണിൽ കൂടെ പാട്ട് പാടും. പരസ്പരം ഞങ്ങൾ ഫോണിൽ കൂടി പറയുന്നത് പോലെ വല്ലപ്പോഴും വീട്ടിൽ ചിലപ്പോൾ ഒരു മാസം ഒരിക്കലെങ്കിലും ചെന്ന് കുറേ സമയം ചലച്ചിത്രഗാനങ്ങളെ പറ്റി സംസാരിക്കും. പഴയ ഗാനങ്ങളെ പറ്റിയൊക്കെ നല്ല അറിവുള്ള ആളാണ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ മെമ്പർ അനിത ഹരിയുടെ ഹസ്ബൻഡ് ഹരി, അതേ അടുത്ത ആഴ്ച മരിച്ചുപോയി. എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. ഞാൻ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ വീട്ടിൽ ചെത്തി നല്ലോണം പാടുകയും ചെയ്തു. സിനിമാ പാട്ട് പഴയ കാര്യങ്ങൾ മുഴുവൻ അറിയാം. പക്ഷേ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അപ്പോൾ അദ്ദേഹത്തിനോടും ഉള്ള എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ഇത്രയും സമയം എന്നെ സഹിച്ച നിങ്ങൾക്ക്